ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഒരു ദിവസം കൂടെ കാണുവാൻ കൊണ്ട് ദൈവം നമ്മെ സഹായിച്ചു. അതിന് ദൈവത്തിന് നന്ദി പറയുകയാണ്. ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യം തന്നു. എന്നിരുന്നാലും അവിടുത്തെ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുന്നതിനും പഠിക്കുന്നതിനുമായിട്ട് തന്നിരിക്കുന്ന ഈ അവസരത്തിന് നന്ദിയോടെ സ്തോത്രം. നാം തിരുവചനത്തിൽ നിന്ന് വായിക്കുന്ന വെളിപാട് ദിവസം 14:12 പറയുന്നത് ദൈവകൽപ്പന യേശുവിൽ വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ആവശ്യം. ഇവിടെ യേശുവിൻ്റെ വിശ്വാസം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് മലയാളം ബൈബിളിൽ യേശുവിങ്കലുള്ള വിശ്വാസമാണ് പറയുന്നത്. പക്ഷേ അത് ഇംഗ്ലീഷ് ബൈബിളിൻ്റെ പരിഭാഷ അനുസരിച്ച് യേശുവിൻ്റെ വിശ്വാസം എന്നാണ്. അപ്പോൾ ഈ വിഷയത്തെ ആധാരമാക്കി സംസാരിക്കുമ്പോൾ ഇന്ന് ഞാൻ പറയാൻ തക്കണം അല്ലെങ്കിൽ ആരംഭിക്കുന്ന വിഷയം ഏദൻ തോട്ടത്തിൽ ദൈവം ആരംഭിച്ചതായ വിഷയത്തെ കർത്താവായ യേശു ക്രിസ്തു അതിനെ അനുഗ്രഹിച്ചു എന്നുള്ളതായ കാര്യത്തെ ഓർപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതായത് മറ്റൊന്നുമല്ല, വിവാഹമാണ്. നമുക്ക് ബൈബിളിൽ യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം കാണുന്നത് കാനാവിലെ കല്യാണത്തിൽ വെച്ചായിരുന്നു. ആ സംഭവം ചെറുതായിട്ട് ഞാൻ ചുരുക്കമായിട്ട് പറയാം. അതായത് യേശുവിൻ്റെ അല്ലെങ്കിൽ മറിയയുടെ ഒരു ബന്ധുവിൻ്റെ വിവാഹ ചടങ്ങുകൾക്ക് പങ്കെടുക്കാൻ തക്കവണ്ണം യേശുവും മറിയയും മറ്റ് സഹോദരങ്ങളൊക്കെയും അവരെല്ലാവരും കൂടെ കാനാവിൽ വന്നു. അപ്പോൾ ആ സമയത്ത് അത് നമുക്കറിയാമല്ലോ, ബന്ധുക്കളും ഇത്തരങ്ങളെല്ലാം കൂടുമ്പോൾ അവിടെ വലിയൊരു സദ്യ ഒരുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അവിടെ സദ്യയിൽ അവർക്ക് സാധാരണയായിട്ട് ഗലീല ദേശത്ത് അല്ലെങ്കിൽ ആ പ്രദേശത്ത് നടക്കുന്ന ഒരു രീതി, അവരെ വീഞ്ഞ് ധാരാളമായിട്ട് സപ്ലൈ ചെയ്യും. അപ്പോൾ ആ സമയത്ത് എല്ലാവരും കുടിക്കും. അങ്ങനെ എന്നാൽ അന്നത്തെ സമയത്തെ കുറിച്ച് ചിന്തിക്കുന്നത് ഇപ്രകാരമാണ്: വീഞ്ഞിൻ്റെ അഭാവമുണ്ടായി. അപ്പോൾ അത് സേവകന്മാർ വന്നു, മേരി അതറിഞ്ഞു. മേരി എന്നിട്ട് കർത്താവിനോട് ആവശ്യപ്പെടുന്നു, അതായത് അവർക്ക് വീഞ്ഞിൻ്റെ അഭാവമുണ്ട്, കുറവുണ്ട് എന്ന്. അപ്പോൾ അതിനെ ചൊല്ലി ആദ്യം യേശു അത് തൻ്റെ ജോലിയല്ല എന്നുള്ള ഭാവത്തിൽ പറഞ്ഞുവെങ്കിലും പിന്നെ കർത്താവ് തൻ്റെ അവിടെയുള്ള ശിഷ്യന്മാരോട് പറഞ്ഞു, അവിടെ 6 കൽത്തൊട്ടിയിൽ പിന്നെ വെള്ളം നിറയ്ക്കുന്നതിനും അത് പിന്നീട് കോരി വിരുന്നുവാഴിയെ കൊടുത്ത് അതിന് ശേഷം വന്ന വിരുന്നുകാർക്കെല്ലാം കൊടുക്കുന്നതിനുമായിട്ട് ആജ്ഞാപിക്കുന്നു. അപ്പോൾ ഈ കുടിച്ചതായ വീഞ്ഞ് വളരെ മഹത്വകരമായ മുന്തിരിച്ചാറായിരുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ട് ഈ കലവറക്കാരൻ ചോദിക്കുകയാണ്, എന്താണ് ഈ വീഞ്ഞ് നിങ്ങൾ ഇത്രയും നാൾ സൂക്ഷിച്ചു വെച്ചത്? ഇതല്ലേ ആദ്യം വിളമ്പേണ്ടിയിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നടന്ന ഈ അത്ഭുതത്തിൽ കർത്താവായ യേശു ക്രിസ്തു അവിടെ ഈ കാനാവിലെ കല്യാണത്തിൽ പങ്കെടുക്കുകയും അതിനെ അനുഗ്രഹിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ അതിനു വേണ്ട ശുശ്രൂഷകളും ഒത്താശകളൊക്കെയും ചെയ്തു. ആ അത്ഭുതം പ്രവർത്തിയായിട്ട് നാം കാണുന്നു. അപ്പോൾ ഏദൻ തോട്ടത്തിൽ, ഏദൻ പർദീസയിൽ ദൈവം സ്ഥാപിച്ചതായ 2 സ്ഥാപനങ്ങളുണ്ട്. ഒന്ന് ശബത്, 6 ദിവസം അധ്വാനിച്ച് വേല ചെയ്യുക, 7-ാം ദിവസം സ്വസ്ഥമായിരിക്കുക. രണ്ടാമത്തേത് വിവാഹമാണ്. അപ്പോൾ ഈ വിവാഹം ദൈവം പറയുന്നത് എന്താണ് നമുക്ക് ധ്യാനിക്കാം. ആദ്യമായിട്ട് ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗം പറയുന്നത്, അതായത് ആദാമിനെ അവയെ സൃഷ്ടിച്ചതിന് ശേഷം ഉള്ള അവസ്ഥയാണ്. അപ്പോൾ 23 ഞാൻ വായിക്കുന്നു, അപ്പോൾ മനുഷ്യൻ ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ മാംസവുമാകുന്നു, ഇവളെ നരലിനെടുത്തിരിക്കാൻ ഇവൾക്ക് നാരി എന്ന് പേരാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏക ദേഹമായി തീരും. അപ്പോൾ മനുഷ്യൻ അത് ആ ഒരു കാര്യത്തെയാണ് അതായത് പിന്നീട് നമ്മൾ വിവാഹമായിട്ട് അല്ലെങ്കിൽ ഒരു ചടങ്ങായിട്ട് അല്ലെങ്കിൽ ദൈവം സ്ഥാപിച്ച സ്ഥാപനമായിട്ട് കാണുന്നത്. അപ്പോൾ ഈ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ചില ആശയങ്ങൾ കർത്താവ് അതായത് കാനാവിലെ കല്യാണത്തിന് വെച്ച് അതിൽ പങ്കെടുക്കുകയും അതിനെ എൻഡോസ് ചെയ്യുക, അല്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു സ്ഥാപനമായിട്ട് കണക്കാക്കുകയും ചെയ്തു. പിന്നെ നാം ചിന്തിക്കുന്നത്, അതായത് മറ്റൊന്നുമല്ല, ഈ വിവാഹ കാര്യത്തെക്കുറിച്ച് പല ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെയും കർത്താവിൻ്റെ കാലത്ത് ഉണ്ടാകുകയുണ്ട്, ഇന്നും നമ്മുടെ കാലത്തുള്ളതുണ്ട്. അപ്പോൾ ഇത് ദൈവം സ്ഥാപിച്ചതാണ്. അപ്പോൾ ആ ഒരു സ്ഥാപനത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? അതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ അത് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്ന പോലെ സ്നേഹത്താൽ അധിഷ്ഠിതമാണ്. അതായത് ഭാര്യയും ഭർത്താവും ഒന്നിച്ചാകുമ്പോൾ അത് സന്താന പരമ്പര ഉണ്ടാകുന്നതിന് വേണ്ടി ആണെങ്കിൽ പോലും സ്നേഹത്താൽ അധിഷ്ഠിതമായ ഒരു ചടങ്ങാണ് വിവാഹം. അപ്പോൾ അത്
ഇവിടെ ഈ വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവരേക ദേഹമായി തീരും. അപ്പോൾ അവിടെ 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അതായത് അപ്പനെയും അമ്മയും വിട്ടുപിരിയുക. അപ്പം നമുക്കറിയാം, സാധാരണ ഈ വിവാഹ ചടങ്ങുകൾ നടക്കുമ്പോൾ പാസ്റ്റർമാർ പ്രസംഗിക്കുന്ന ഒരു വിഷയമാണിത്. അതായത് അപ്പനെയും അമ്മയും വിട്ടുപിരിയുക എന്ന് പറഞ്ഞാൽ, അതായത് അവരൊരു കുടുംബമായി തീരുന്നു. അതൊരു പുതിയ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ പുതിയൊരു സ്ഥാപനമാണ്. അതായത് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ നമുക്കറിയാം, ഈ ഭാര്യയും ഭർത്താവ് എന്ന് പറയുന്നത് അവർ 2 ഭവനത്തിൽ ജനിച്ച് വളർന്നവരാണ്. അവർ 2 ചുറ്റുപാടുകളിലാണ് അവരുടെ ജീവിതം. മേ ബി വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും എന്തായാലും അവരുടെ ചുറ്റുപാടുകളെല്ലാം വ്യത്യസ്തമാണ്. എന്നാൽ ഈ വിവാഹത്തോടു കൂടി അവർ ഒന്നായിത്തീരുന്നു. അത് ലിവിങ് ടുഗദർ, അതായത് ലീവ് ആൻഡ് വൺ ഫ്ലെഷ്. അപ്പോൾ ഈ ഒരു ആശയം നാം വളരെയധികമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇത് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ എഫെസ്യ ലേഖനം 5:32 പറയുന്നത്, ഈ മർമ്മം വലിയത്, ഇസ് എ മിസ്റ്ററി. അത് അതായത് അക്കരെ നിന്നതായ പുരുഷനും ഇക്കരെ നിന്നതായ സ്ത്രീയും തമ്മിൽ ഒന്നിച്ചാകുക, അവർ ഒരുമനപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഇതായിട്ട് മാറുന്നു. അതായത് ലിവിങ് വൺ ഫ്ലെഷ്, ഒരു ദേഹമായി തീരുന്നു. ബൈബിൾ പറയുന്നത് ഒരു ദേഹം, അവർ ഏകദേഹമായി തീരുന്നു. അപ്പോൾ അതിനെ ചൊല്ലി ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷേ ദൈവം സ്ഥാപിച്ചതായ ഈ സ്ഥാപനം, അതിൻ്റെ തുടർച്ച, അതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തലമുറ ഉണ്ടാകുക, മക്കളെയും മക്കളെയും അതല്ലെങ്കിൽ ജനസംഖ്യ പെരുകുക അല്ലെങ്കിൽ വർദ്ധിച്ചു വരിക, മനുഷ്യൻ ധാരാളമായി ഉണ്ടാകുവാനൊക്കെയുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. പക്ഷേ പാപത്തിന് ശേഷം അതിനൊത്തിരി വ്യത്യാസമുണ്ടായി. മനുഷ്യന് ഏറ്റക്കുറച്ചിലുണ്ടായി. അതായത് വിവാഹ ജീവിതത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, സ്നേഹമാണ് അതിൻ്റെ അടിസ്ഥാനമായ കാര്യം. അത് അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, സ്നേഹത്തെ വളരെ ഉയർത്തി പറയുകയാണ്. അതായത് എന്ത് സംഭവിച്ചാലും, അതായത് നിങ്ങൾക്ക് വളരെ സമ്പത്തുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല, ചിലമ്പുന്ന താളം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ കൊരിന്ത്യർ ലേഖനം 13 ഏതാനും ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. കാരണം നാം അറിഞ്ഞിരിക്കേണ്ടതായ കാര്യമാണ്. അതായത് കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 13, അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്താണ്? ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോത്തരെ. പിന്നെ താവട്ടെ അങ്ങനെ അനേക കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ, എല്ലാറ്റിനുപരിയായിട്ട്. അതിൻ്റെ അവസാനത്തെ ഭാഗം പറയുന്നത് അതായത് ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. അപ്പോൾ വിവാഹങ്ങളുടെ അടിസ്ഥാനം എന്താണ്? സ്നേഹമാണ്. ഇനി അത് മാത്രമല്ല, അതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. അതായത് ഈ സാധാരണ പറയാനുള്ള കാര്യമാണ്, നമ്മൾ സ്കൂളുകളിലൊക്കെയും പല കാര്യങ്ങൾ പഠിക്കാറുണ്ട്. എന്നാൽ ഈ സ്കൂളിൽ ഇവർ പഠിക്കുന്നതായ വ്യത്യസ്തമായ രീതിയിലാണ്. അതിന് അവരുടെ പഠിപ്പ് എപ്പോൾ വരെയാണ്? ജീവിതത്തിൻ്റെ അവസാനം, അതായത് അവരുടെ കണ്ണുകൾ അടയുന്നതുവരെ, മരിക്കുന്നതുവരെ. അപ്പോൾ അന്യോന്യം അറിയുക, കൂടുതലായിട്ട് ഒരു കുടുംബം പടുത്തുയർത്തുക, അതോട് ചേർന്ന് ഭാവി തലമുറയെ കാണുക, അതല്ലെങ്കിൽ മക്കളുടെ മക്കളെയും അങ്ങനെ തലമുറകളെ കാണുവാനൊക്കെ വേണ്ടിയായിത്തീരുന്നു. അപ്പോൾ ഈ വിവാഹ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ദൈവം സ്ഥാപിച്ചതായ ഈ സ്ഥാപനത്തിൽ ചില ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ട്. അതായത് ഞാൻ സാറിന് പറയാറുണ്ട്, അതായത് സഹിക്കുക, പൊറുക്കുക, അല്ലെങ്കിൽ ക്ഷമിക്കുക, പൊറുക്കുക, ഈ ഒരു ചില കാര്യങ്ങളുണ്ട്. അതായത് നമുക്കറിയാം 2 വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ്. അവർ ചില ഏറ്റക്കുറച്ചിലുകളും, ചിലപ്പോൾ ഞാൻ വലുത് നീ ചെറുത്, അല്ലെങ്കിൽ ഞാനാണ് തല എന്ന് വചനം പറയുന്നുണ്ട്. എന്നാലും ചിലർ ഞാനാണ് തല എന്നുള്ള ജീവിതത്തിൽ കാണുന്നുണ്ട്. ചിലർ പറയും തലയാണെങ്കിലും കഴുത്ത് ഇങ്ങനെ അങ്ങോട്ട് ഞാൻ പറയാറുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള ഉള്ളടക്കം എന്താണെന്നറിയാമോ? നമ്മൾ കാണുകയും കേൾക്കുകയും കണ്ണടയ്ക്കുകയും അല്ലെങ്കിൽ പൊറുക്കുകയും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുക. അങ്ങനെ മാത്രമേ കുടുംബജീവിതം മുൻപോട്ട് കൊണ്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ നമുക്ക് ചിന്തിക്കേണ്ടതായ ഒരു വിഷയം, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പരീശന്മാർ തന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങളുമായിട്ട് കടന്നു വന്നു. അത് നമ്മൾ വായിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിലാണ്. അവിടെ 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. അവിടെ പരീശന്മാർ കർത്താവിനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള ചില, അതായത് 19-3 വായിക്കുന്നു.
പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്നു. ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. എന്നിട്ട് താഴോട്ട് പറയുകയാണ്, അതിന് യേശു പറഞ്ഞത്, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അതിനിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഇത് ഏദൻ തോട്ടത്തിൽ, അതേ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിച്ചതാണ്. ദേഹമായി തീരുമെന്ന് അരുളി ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ, ആകയാൽ ദൈവം യോജിപ്പിച്ചതിന് മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഇത് ഏദൻ തോട്ടത്തിൽ നടന്ന സംഭവത്തെ യേശുക്രിസ്തു ഉദ്ധരിച്ച് പറയുകയാണ്. അപ്പോൾ യേശുക്രിസ്തു അതിനെ എൻഡോഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ അതിന് അടിവരയിടുകയാണ്. പിന്നെ പറയാണ് അവർ അവനോട് എന്നാൽ ഉപേക്ഷണപത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിക്കുവാൻ മോശ കൽപ്പിച്ചത് എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തം, അതായത് നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഹൃദയകാഠിന്യം നിമിത്തം അത്രേ ഭാര്യ ഉപേക്ഷിക്കുവാൻ മോശ അനുവദിച്ചത്. ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെയും അനേക വിവാഹ മോചനങ്ങൾ നടക്കുന്നുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, അതായത് മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ സഹിക്കുകയും പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ഒരു അവസരം മാറി ഇന്നത്തെ കാലാവസ്ഥ, ഇന്നത്തെ കാര്യങ്ങളൊക്കെയും ഇച്ചിലൂടെ ഉയർന്ന രീതിയിലാണ് അവർ വരുന്നത്. പക്ഷേ അത് കുടുംബ വ്യവസ്ഥയ്ക്ക് പലപ്പോഴും അടിവാരം തോണ്ടുകയാണ് ചെയ്യുന്നത്. പല വീടുകളിലും അവർ വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ, ഒരു മാസം കഴിഞ്ഞാൽ, ഒരു വർഷം ആകുന്നതിന് മുൻപ് തന്നെ വിവാഹമോചനം നടക്കുകയാണ്. പക്ഷേ അത് സ്വർഗ്ഗം ഉദ്ദേശിക്കുന്ന അതല്ല. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അവരോട് നിങ്ങൾ ഹൃദയകാഠിന്യം നിമിത്തം അത്രേ ഭാര്യ ഉപേക്ഷിക്കുവാൻ മോശ അനുഭവിച്ചത്. ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ഞാൻ നിങ്ങൾ പറയുന്നത്, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു, ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ, അതായത് കർത്താവായ യേശുക്രിസ്തു വ്യക്തമായി ദൈവം ഉദ്ദേശിക്കുന്ന കാര്യത്തെ പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ ശിഷ്യന്മാർക്ക് സംശയം. അവർ ചോദിക്കുകയാണ്, ശിഷ്യന്മാർ അവനോട് സ്ത്രീയെ സംബന്ധിച്ച് മനുഷ്യൻ്റെ അവസ്ഥ ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അവൻ അവരോട് വരം ലഭിച്ചവരല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. പിന്നെ താഴോട്ട് ചില കാര്യങ്ങളൊക്കെയും പറയുകയാണ്. അപ്പോൾ വിവാഹത്തെ കർത്താവായ യേശുക്രിസ്തു എൻഡോസ് ചെയ്തു, അത് അടിവരയിട്ടത് ശരിയാണ്. അത് മോശ അനുഭവിച്ചത് നിങ്ങളുടെ ഹൃദയം കാഠിന്യം കൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ളതായ അവസ്ഥയിൽ വിവാഹബന്ധം എന്ന് പറയുന്നത് ദൈവം സ്ഥാപിച്ചതാണ്. അത് മുൻപോട്ട് പോകാൻ തക്കവണ്ണം, അതായത് കർത്താവായ യേശുക്രിസ്തു രണ്ടാമത്തെ വരവ് വരെ കുടുംബജീവിതം തുടരണം. അതായത് മക്കളുണ്ടാകണം, മക്കളുടെ മക്കളുണ്ടാകണം, അങ്ങനെ നമ്മൾ സന്താന പരമ്പരയെ കാണണം. അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. പക്ഷെങ്കിൽ ഇന്ന് സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിലും കാണുമെന്നൊക്കെ കൊണ്ട് സാധിക്കും. പക്ഷേ കർത്താവായ യേശുക്രിസ്തു ആയിരുന്നപ്പോൾ തൻ്റെ വിശ്വാസം അനുസരിച്ച് വിവാഹത്തെ താൻ അടിവരയിട്ടു, അല്ലെങ്കിൽ അതിനെ എൻഡോസ് ചെയ്തു എന്ന് ഞാൻ പറയുന്നുണ്ടായല്ലോ. ഇനി നമുക്ക് ചിന്തിക്കുക, ഇന്നത്തെ കാലത്ത് ഉള്ള വ്യവസ്ഥയിലനുസരിച്ച് എന്താണ് ഈ കുടുംബ വ്യവസ്ഥ, അല്ലെങ്കിൽ കുടുംബത്തിന് പ്രയാസം വരുന്നത്? മറ്റൊന്നും കൊണ്ടല്ല, പ്രത്യേകിച്ച് ചിലരുടെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ മതപരമായ കാര്യമായിരിക്കാം. വിശ്വാസ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിലുണ്ടാകും. അതിനും അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ചിലപ്പോൾ നിങ്ങൾ ക്ഷമയുള്ളവരായിട്ട് കുടുംബ ജീവിതം ഭരിക്കുകയാണെങ്കിൽ, ഭാര്യയായിട്ട് ഭർത്താവാകട്ടെ, ആ മറ്റേ വ്യക്തി അല്ലെങ്കിൽ അവിശ്വാസിയായ വ്യക്തിയാണെങ്കിൽ അവരെ വിശ്വാസത്തിലേക്ക് നേടുവാൻ തക്കവണ്ണം സാധിക്കും. അതിന് നാം എന്താ ചെയ്യേണ്ടത്? മറ്റൊന്നും ചെയ്യേണ്ട, നമ്മൾ സഹിക്കുകയും പൊറുക്കുകയും ചെയ്യുക. ഇനി രണ്ടാമതായിട്ട് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്, ഈ കുടുംബ വ്യവസ്ഥയിന്മേൽ, അതായത് വേണ്ട സ്ഥാപനം. അതായത് ബൈബിൾ പറയുന്നത് നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നതായ ഏതാനും കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. എഫേസ്യ ലേഖനം 5, അവിടെ ഭാര്യമാരെ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം, അല്ലെ അങ്ങനെ ആയിരിക്കണം എന്നുള്ള വ്യവസ്ഥാ വിശേഷങ്ങളൊക്കെയും അപ്പോസ്തലനായ പൗലോസ് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ അറിവിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ഈ വിവാഹ കാര്യങ്ങൾക്ക് വരുമ്പോൾ ഇത് വായിച്ച് കേൾപ്പിക്കുന്ന സമ്പ്രദായമുണ്ട്. എന്നാൽ ഭർത്താക്കന്മാർ, അതിന് തുടക്കം ഭാര്യമാർ, ഇത് 22-ാമത്തെ വാക്യമാണ്. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും. ഇപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, എന്നാലും ബൈബിൾ പറയുന്നതാണ് ഞാൻ വായിക്കുന്നത്. ക്രിസ്തു ശരീരത്തിൽ രക്ഷിതാവിന് സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ.
അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ പോലെ എന്ത് ചെയ്യണം? സ്നേഹിക്കേണ്ടതാവുന്നു. ഭാര്യയെ സ്നേഹിക്കുന്ന തന്നെത്താൻ സ്നേഹിക്കുന്നു. അപ്പോൾ ഇത് അതായത് സ്വന്തം ഇടത്തെ ആരും സ്വന്തം ഇടത്തെ പകച്ചില്ലല്ലോ. ക്രിസ്തുവും സഭയെ സ്നേഹിക്കുന്ന പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഭാര്യയും ഭർത്താവിൻ്റെയും അല്ലെങ്കിൽ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും കടമയാണിത്. എന്താണ്? അന്യോന്യം ബഹുമാനിക്കുക, മാനിക്കുക, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയും ഭംഗിയായിട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ കുടുംബ വ്യവസ്ഥ മുൻപോട്ട് പോകും. അതിന് ഒരു താളപ്പിഴച്ചിലും ഉണ്ടാകുകയില്ല. അത് സ്നേഹത്തിൻ്റെ അധിഷ്ഠിതമായിട്ട് കണ്ടും കേട്ടും അറിഞ്ഞും സംസാരിച്ചും, അതായത് പ്രത്യേകിച്ച് ഞാനിവിടെ നോട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യം, ഈ കുടുംബ വ്യവസ്ഥയിൽ സംഭവിക്കുന്നതറിയാവോ? കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുണ്ട്. അതായത് സമ്പർക്കമില്ല, അന്യോന്യം സംശയമാണ്, അല്ലെ അന്യോന്യം മനസ്സിലാകുന്നില്ല. അതായത് അതാണല്ലോ പറഞ്ഞത്, ഇതൊരു സ്കൂളാണ്, നമ്മൾ പല കാര്യങ്ങളും പഠിക്കാനുണ്ട്. അപ്പോൾ ആ പഠിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കണേ എവിടം വരെ? മരണം വരെ. അങ്ങനെ വരുന്നുവെങ്കിൽ മാത്രമേ ഉള്ളൂ കുടുംബ വ്യവസ്ഥ നന്നായിട്ട് പോവുകയുള്ളൂ. അല്ലെങ്കിൽ ആ കെട്ടിടം തവിട് പൊടിയായി പോകും. അതായത് കുടുംബം എന്ന് പറയുന്നതായ കെട്ടിടം. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ, പ്രത്യേകിച്ച് നമുക്കറിയാം ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതായ കശവിശ അത് അഫക്റ്റ് ചെയ്യുന്നത്, അത് പ്രയാസപ്പെടുന്ന കുഞ്ഞുങ്ങളെയാണ്. നമുക്ക് ഇപ്പം നമ്മുടെ ചുറ്റുപാടുകളിൽ അത്ര അധികമായിട്ടില്ല. എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെയും പ്രത്യേകിച്ച് വെസ്റ്റേൺ കൾച്ചർ അനുസരിച്ച് കുടുംബ വ്യവസ്ഥ തകർന്നു കിടക്കുകയാണ്. അനേക മക്കൾക്ക് അപ്പനുമില്ല അമ്മയുമില്ല, അല്ലെങ്കിൽ അവരുടെ അപ്പനും അമ്മയും വേർപിരിഞ്ഞ് അവർ വേറെ വിവാഹമായി, അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് കഴിയുകയാണ്. അതെന്താണ്? അതായത് ശരിയായ രീതിയിലുള്ളതായ പോറ്റി പുലർന്ന ഒരവസ്ഥ, അതായത് രണ്ടുപേരും കൂടി വളർത്തുക എന്നുള്ളൊരു, അതായത് അപ്പനും അമ്മയും കൂടി കുഞ്ഞുങ്ങളെ വളർത്തുന്നതായ രീതിക്ക് മാറ്റമുണ്ടാകുകയാണ്. സിംഗിൾ മദർ, സിംഗിൾ ഫാദർ. അപ്പോൾ അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്താണ്? സംശയമുണ്ടാകരുത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ യുവജനങ്ങൾക്ക് വേണ്ട നല്ല നിർദ്ദേശങ്ങൾ കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയും ഇല്ലായ്മ അല്ലെങ്കിൽ ഇല്ലാത്ത കൊണ്ട് ഉള്ള ഒരു അവസ്ഥാവിശേഷമാണ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞത് വിവാഹം ചെയ്യുന്നതൊരു വലിയ മർമ്മമാണ്. അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം അപ്പുറത്തെ വീട്ടിലെ സ്ത്രീയും അകത്തെ താമസിക്കുന്ന പുരുഷനും തമ്മിൽ ഒന്നിച്ചു ചേരുക, അവരൊരു കുടുംബമായിട്ട് ജീവിക്കുക. പക്ഷേ അത് ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ്. അത് പാലിക്കുകയാണ്, അത് മാനിക്കുകയാണ്. അത് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അതിനെ അടിവരയിട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം എന്ത് ചെയ്യണം? അതിന് വേണ്ട കൈത്താങ്ങ് കൊടുക്കണം, ഉപദേശം കൊടുക്കണം. ഹനിക്കുവാനല്ല, പിന്നെയോ അവർ വളരുവാൻ. അതായത് പ്രത്യേകിച്ച് നമുക്കറിയാം വിവാഹ ജീവിതത്തിൽ അവിടെ സാക്ഷികളായിരിക്കുന്നവർക്ക് ഉള്ള അവർക്ക് വേണ്ട അഡ്വൈസാണ് എന്ത്? അതിന് വേണ്ട കൈത്താങ്ങുകൾ കൊടുക്കുക, അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്യുക, അവരെ അനുഗ്രഹിക്കുന്ന പോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാ അവരുടെ താല്പര്യങ്ങളെയും മാനിച്ച് അത് ബഹുമാനിച്ച് വേണ്ട ശുശ്രൂഷ ചെയ്യുക എന്ന് പറഞ്ഞ് കൂടി പറ്റിക്കൂടി കുടുംബത്തെ തകർക്കാനല്ല, പിന്നെയോ പോഷിപ്പിക്കുക, നല്ലതായിട്ട് തീരുമാനിക്കണം. അപ്പോൾ അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണല്ലോ കർത്താവിന് പറഞ്ഞ് നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ട് അത്രേ ഇതൊക്കെയും സംഭവിച്ചത്. അപ്പോൾ ആ ഹൃദയകാഠിന്യം ഉണ്ടാകാതിരിക്കാൻ കൊണ്ട് നാം എന്ത് ചെയ്യുന്നു? ഇത് കുടുംബ വ്യവസ്ഥയാണ്, ദൈവം സ്ഥാപിച്ചതാണ്. അതിനുവേണ്ടി നമ്മളാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം. നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെയും പലരും ഇങ്ങനെ വിവാഹ ബന്ധത്തിൽ പ്രയാസപ്പെട്ട് കഴിയുന്നവരുണ്ട്. അവർക്ക് വേണ്ട ഉപദേശം കൊടുക്കുക. പ്രത്യേകിച്ച് മുതിർന്നവരായ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മുതിർന്നവരായ നിങ്ങൾ ചെറുപ്പക്കാർക്ക് വേണ്ട ഉപദേശം കൊടുക്കുക. കാരണം എന്താണ്? കുടുംബ വ്യവസ്ഥിതി ദൈവം സ്ഥാപിച്ചതാണ്. അതേ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ വിശ്വാസം അനുസരിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെയും കൊടുത്തതാണ്. പിന്നെ അപ്പോസ്തലൻ പൗലോസും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെയും നമ്മൾ പാലിക്കുകയാണെങ്കിൽ കണിശമായിട്ടും കുടുംബ വ്യവസ്ഥിതി മുൻപോട്ട് പോകും. അതല്ല എങ്കിൽ തകർന്ന് തരിപ്പണമാകും. അത് കാണുവാൻ നോക്കണം. അതെ, ചിലരൊക്കെ ഇങ്ങനെ അതിനുവേണ്ടി സന്തോഷിക്കുന്നവർ കാണുമായിരിക്കും. എന്നാൽ മൂപ്പന്മാരായിരിക്കും നിങ്ങൾ പലർക്കും അതിൽ സന്തോഷമില്ല. നന്നായി വരട്ടെ, നല്ലവരായി തീരട്ടെ. അതുകൊണ്ട് ദൈവം തുടങ്ങി വെച്ചതായ ഈ വലിയ പ്രസ്ഥാനം അത് ആരോഗ്യത്തോടെ, ക്ഷേമത്തോടെ, സന്തോഷത്തോടെ മുൻപോട്ട് കൊണ്ടിടയായിത്തീരും. അതുകൊണ്ട് വേണ്ട നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കുക. കാരണം ദൈവം സ്ഥാപിച്ച ഒരു സ്ഥാപനമാണിത്. അതിന് വേണ്ട വളവും വെള്ളവും അല്ല, അതിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കുക.
അങ്ങനെ സന്തോഷം കാണുവാൻ തക്കോണം. ഇത് ഈ വിവാഹ ജീവിതം എന്ന് പറഞ്ഞ ഒരു സന്തോഷത്തിൻ്റെ പൂർത്തി ഭാവമാണ്. അതെ, അവരേക ശരീരമായി തീരുന്നു. അതിന് ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഈ സെക്സ് ഒരു ഇതായിട്ട്, അതായത് ഒരു റാക്കറ്റായിട്ട്, അല്ലെങ്കിൽ അതിന് പറയുന്നതിനറിയാമോ, അത് വെറും കളിപ്പാട്ടമായിട്ട് മാറിയിരിക്കുകയാണ്. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതിൻ്റേതായ വിശുദ്ധിയുണ്ട്, പരിശുദ്ധിയുണ്ട്. അതുകൊണ്ടാണല്ലോ വ്യഭിചാരം എന്താണ്? കുറ്റമാണ്, പാപമാണ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടി? സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, ആരോഗ്യമായ കുടുംബജീവിതത്തിന് വേണ്ടി ഇതൊക്കെയും ദൈവം സ്ഥാപിച്ചതാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യുക? എന്നാൽ കഴിയുന്നത്, അതായത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുമേ, നമ്മുടെ ചുറ്റുപാടുകളിൽ ഈ ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ വേണ്ട അഡ്വൈസ് കൊടുക്കുക. ഇനി നമുക്ക് തന്നെ നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ആദ്യം പരിഹരിക്കുക, പിന്നെ അതിനുശേഷം മറ്റുള്ളവരെ സഹായിക്കാൻ പോവുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കണിശമായിട്ടും കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ സ്ഥാപിച്ചതായ സ്ഥാപനം അത് സ്നേഹത്താൽ അധിഷ്ഠിതമാണ്. ആ സ്നേഹത്തിൻ്റെ ഉത്തമ മാതൃകളായി തീരുവാൻ തക്കവണ്ണം അവർക്ക് വേണ്ട ഉപദേശങ്ങൾക്ക് ചെയ്യുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ അനുഗ്രഹിക്കുക. അത് ഒരിക്കലും ആ ഹൃദയകാഠിന്യം മുഖാന്തരം അവരെ അനുവദിച്ചതുപോലെ ആയിത്തീരരുത്. അത് നല്ലതല്ല. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ അനുയായികൾ, വിശ്വാസികളായിരിക്കുന്ന നാം അതിന് വേണ്ട ഒത്താശകൾ ചെയ്യും. എന്തിനു വേണ്ടിയാണ്? നല്ല കുടുംബജീവിതം, സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കുന്നതിന് വേണ്ടി. പിന്നെ അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുക. ഇപ്പോൾ എനിക്ക് പല ഉദാഹരണങ്ങൾ പറയാനൊക്കെ സാധിക്കും. അത് പറഞ്ഞുകൊണ്ട് പ്രയോജനമില്ല. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ വ്യവസ്ഥയിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആദ്യം പരിശോധിക്കുക, പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി വേണ്ട ഒത്താശ ചെയ്യുക. അങ്ങനെ ആ ദൈവത്താൽ അധിഷ്ഠിതമായ ഒരു ക്രിസ്തീയ ജീവിതം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി തരുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്. അതാണല്ലോ നമ്മൾ ആദ്യം മുതലുള്ള പുസ്തകത്തിൽ നിന്നും പിന്നീട് നമ്മൾ തുടർന്നുള്ള പുസ്തകത്തിൽ നിന്നും കാണുന്നത്. അതായത് കുടുംബമായി മക്കളും മക്കളുടെ മക്കളും എല്ലാം കണ്ട് സന്തോഷത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം ഉള്ള ഒരു ഉപാധിയാണ് ദൈവം സൃഷ്ടിച്ചത്. ഇപ്പം നമ്മൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇന്നാരുടെ മകൻ ഇന്നാൾ ജനിച്ചു, ഇന്നാല് മകൻ, അതായത് ജനറേഷൻ, അവരുടെ ഓരോ വ്യവസ്ഥയും പറയുകയാണ്. അതായത് കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ കുടുംബജീവിതത്തിൻ്റെ വ്യവസ്ഥ. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകളിൽ ഈ ഫാമിലി ട്രീ എന്ന് പറയുന്നതുണ്ട്, അല്ലെങ്കിൽ കുടുംബക്കാരെല്ലാം കൂടെ ഒത്തൊരുമിച്ച് കൂടുന്ന കാര്യം. അതൊരു സന്തോഷമാണ്. എന്താണ്? എൻ്റെ മകൻ്റെ അല്ലെങ്കിൽ അപ്പൻ്റെ അനിയൻ്റെ ചേട്ടൻ്റെ മക്കളുടെ അല്ലെങ്കിൽ ആ ഒരു വ്യവസ്ഥാവിധി നമ്മുടെ ചുറ്റുപാടുണ്ടാകുമ്പോൾ നാം എല്ലാവരും റിലേറ്റ് ചെയ്യുന്നത് മറ്റാരെയുമല്ല, യേശു ക്രിസ്തുവിനെയാണ്. യേശു ക്രിസ്തുവാണ്, അല്ലെങ്കിൽ ദൈവത്തെയാണ്. കാരണം നാം എല്ലാവരും എന്താണ്? ദൈവത്തിൻ്റെ മക്കളാണ്. ആദാമിനെ സൃഷ്ടിച്ച ആരാണ്? ദൈവമാണ്. അങ്ങനെ ആ സന്താന പരമ്പര ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം വേണ്ട എല്ലാ ഒത്താശകളും കർത്താവ് ചെയ്തതുപോലെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം ഓരോരുത്തരും ഈ പരമ്പര തുടരുവാൻ തക്കവണ്ണം നമുക്ക് വേണ്ട ഒത്താശകൾ ചെയ്യുക. അതിനുവേണ്ടി എന്നാൽ കഴിയുന്നത്, നമ്മളാൽ കഴിയുന്നത് നാം ചെയ്യുക. ഒരു അവസാനം ഒന്നുകൂടെ പറഞ്ഞോട്ടെ. അതായത് മുപ്പിരിച്ചാരട് ഒരിക്കലും അറ്റുപോകില്ലെന്ന് പറയുന്നത്. മുപ്പിരിച്ചാരെന്ന് പറയുന്നത് നമുക്കറിയാം, അതായത് 3 പിരിയുള്ളതായ ചരട്. അതിനിവിടെ പറയുന്നത് ഭാര്യയും ഭർത്താവും ദൈവവും യേശു ഉണ്ടെങ്കിൽ അത് ഒരിക്കലും അറ്റുപോകുകയില്ല, അത് നിലനിൽക്കും. അതിനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യും ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഇന്നടിങ്ങൾ വിവാഹ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു. അത് ദൈവം സ്ഥാപിച്ചതാണ്. അത് ഞങ്ങളുടെ അനുഭവങ്ങളിൽ നല്ലതായി തീരുവാൻ തക്കവണ്ണം വേണ്ട ഒത്താശകൾ ചെയ്യുവാൻ തക്കവണ്ണം ഉപദേശം ലഭിച്ചിരിക്കുന്നു. അത് മാനിച്ച് ദൈവം പറഞ്ഞതുപോലെ ജീവിപ്പാൻ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ വിവാഹ ജീവിതത്തെ അനുഗ്രഹിച്ചതുപോലെ അടിയങ്ങളും അനുഗ്രഹിപ്പാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കണമേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ തക്കവണ്ണം എല്ലാവരെയും കർത്താവ് ഒരുക്കണം. ആവശ്യമായ കൃപകളാൽ നിറയ്ക്കണം. യേശുവിൽ കൂടി താഴ്മയോടും വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.